വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്ന് ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പം മോൻ പറഞ്ഞു നമുക്ക് ഒന്ന് ടൗണിൽ പോകാമെന്ന്. എവിടെ പോവാന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് അവൻ്റെ പണി. അമ്മ റെഡി ആയിക്കും, നമുക്ക് പോവാന്ന് പറയും. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ പറയും അമ്മയല്ലല്ലോ ഡ്രൈവ് ചെയ്യുന്നത്, ഞാനല്ലേ എന്ന് പറയും. അപ്പം ഞങ്ങൾ അങ്ങനെ പോയതാണ് കണ്ണൂർക്ക്. മുകളിൽ ട്രെയിൻ പോകുന്നത് നിങ്ങൾ കണ്ടോ ഓർബിറ്റ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഒരു ഐഡിയ ഇല്ല. പക്ഷെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബീച്ചിലേക്കുള്ള വഴിയാണെന്ന്. അപ്പോൾ തോന്നി എന്നാൽ ഇനി ബേബി ബീച്ചിലോ അല്ലെങ്കിൽ പയ്യാമ്പലം ബീച്ചിലോ മറ്റോ ആയിരിക്കും പോകുന്നതെന്ന് ഓർത്തു. ഏതായാലും വണ്ടിയിലല്ലേ, അവൻ പറഞ്ഞല്ലേ അവനല്ലേ ഡ്രൈവ് ചെയ്യുന്നേ, അപ്പം നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കണ്ണൂർ ടൗണിൽ കൂടി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ കണ്ണൂർ കാണാത്തവർക്കൊക്കെ ചെറിയ രീതിയിൽ കണ്ണൂരിനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതൊന്നും അല്ല കേട്ടോ കണ്ണൂർ. ഇത് കണ്ണൂർ ഷീൻ ബേക്കറിയാണ് കേട്ടോ. കണ്ണൂരെ ഫേമസ് ബേക്കറികളിൽ ഒന്നാണ് ഷീൻ ബേക്കറി. ഇത് പണ്ടേ ഉള്ളൊരു ബേക്കറിയാണ്. അപ്പോൾ അവിടുത്തെ പ്രൊഡക്റ്റൊക്കെ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. കണ്ണൂരുകാർക്കും പുറത്തുനിന്ന് വന്നവർക്കും അറിയാം. അവിടുത്തെ പിന്നെ ലഡ്ഡു, കിണ്ണത്തപ്പം ഒക്കെ ഭയങ്കര പേര് കേട്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ മെല്ലെ മുന്നോട്ട് പോവുകയാണ്. സെഞ്ചുറി, റെയ്മണ്ട് ഒക്കെ കണ്ട് അപ്പം നമുക്ക് പതുക്കെ പോകുന്നത് ബേബി ബീച്ചിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് പ്രഭാത് ജംഗ്ഷൻ പറഞ്ഞ് ഇവിടുന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് പോവുകയാണ്. നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ കാണാം സെൻറ്റ് മൈക്കിൾ സ്കൂൾ കാണാം. അതും കണ്ണൂരെ ഫേമസ് സ്കൂളുകളിൽ ഒന്നാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവിടുത്തെ ബാൻഡ് സെറ്റ് അവരെവിടെ പോയാലും പ്രൈസ് വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് സെൻറ്റ് മൈക്കിൾസ് സ്കൂൾ കണ്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഗ്രൗണ്ടൊന്നും അല്ല കേട്ടോ, അത് മിലിറ്ററിക്കാരുടെ ഏരിയ ആണ് പറഞ്ഞിട്ട് അവരവിടെ മതിൽ കെട്ടി സെറ്റാക്കി വെച്ചു. അപ്പോൾ ഈ ഏരിയ മുഴുവൻ മിലിറ്ററിയുടെ അണ്ടറിലുള്ളതാണ്. അതുകൊണ്ടോ മിലിറ്ററിയുടെ പീരങ്കിയുടെ ഡെമോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ കെയർഫുള്ളായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മിലിറ്ററിക്കാരിങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നേരെയാണ് നമ്മൾ ബേബി ബീച്ചിലേക്ക് പോകേണ്ടത്. നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ്, തിക്കും തിരക്കോ ഒന്നുമില്ല. അപ്പം നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചങ്ങ് പോവാം. അത് കണ്ടോ മിലിറ്ററിയുടെ ഒരു വണ്ടി വരുന്നുണ്ട് അതുവഴി. അപ്പോൾ നമ്മൾ പോകുമ്പോഴൊക്കെ മിലിറ്ററിക്കാരുടെ പല വണ്ടികൾ, പല ടൈപ്പിലുള്ള വണ്ടികൾ ഇങ്ങനെ നമ്മൾ കടന്നു പോകുന്നത് കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെന്ന് ഞങ്ങൾ പോകുന്നത് മാസ്കോട്ട് ബീച്ച് റിസോർട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൻ്റെ എല്ലാ ഭംഗിയും ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണിത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഓർക്കുക, മാസ്കോട്ട് ബീച്ച് റിസോർട്ടാണ്. ഇവിടെ കടലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, പക്ഷെ നമുക്ക് കടലിനെ ഏറ്റവും അടുത്ത് അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടിയിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ മനസ്സുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാല് നനയ്ക്കുകയോ തിരുമാലയിൽ ഓടിക്കളിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങ് ദൂരെ സൂര്യൻ മറയാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അതും നമ്മൾക്ക് ഇവിടെ നിന്നിട്ടൊരു നല്ല കാഴ്ചയാണ്. വരുമ്പോൾ നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട് സൂര്യൻ. ഇവിടുന്ന് നമ്മൾ ഇനി നേരെ ഈ വഴി കണ്ടോ, ഈ വഴി കൂടി ഇങ്ങനെ സൈഡ് നല്ല ഭംഗിയാണ് വഴി കാണാനും. കടലിൻ്റെ തൊട്ടപ്പുറത്ത് കടൽ നിങ്ങൾ കാണുന്നില്ലേ, അതേ പറഞ്ഞേ കൈ ഒന്ന് നീട്ടിയാൽ നമുക്ക് കടലിനെ തൊടാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ അങ്ങോട്ട് പോകേണ്ടത്. ഇതിലൂടെ നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ ഒരു പൂളുണ്ട്, അതവിടെ ചെന്നതിന് ശേഷമാണ് കണ്ടത് കേട്ടോ. സ്വിമ്മിങ് പൂളുണ്ട്, കുട്ടികൾ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ പിടിച്ചില്ല. ഇനി വെറുതെ നമ്മളെന്തിനാണ് കുട്ടികളുടെ തല്ല് വാങ്ങാൻ നിൽക്കുന്നത്, രക്ഷകർത്താക്കളും പരിസരത്ത് കാണുമല്ലോ. അപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല. നമ്മൾ വെറുതെ എന്തിനാ, നമ്മളൊക്കെ നല്ല കുട്ടികളല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടോ, ഈ വഴി കണ്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 1-2 ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ പോകുന്നതാണ്, എന്നാലും ഒരുപാട് ആസ്വദിക്കാനുള്ള, അതായത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്ര അടുത്ത് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. 2 ഭാഗത്തും നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമ, നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അല്ലേ. കടലിനെ നോക്കിയിരുന്നാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. കണ്ടാലും മതി വരാത്ത 2 സംഭവമാണ്. 1 കടൽ, 2 ആന.
ആനയുടെ ചുറ്റിനും നമുക്ക് നോക്കി എത്ര നേരം നിന്നാലും അവൻ്റെ ആ തലയെടുപ്പും എല്ലാം ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ലേ, കണ്ടിരിക്കും. അതേപോലെ തന്നെ കടൽ, എത്ര സമയം ഇരുന്നാലും നമ്മളതിൻ്റെ ഭംഗി കണ്ടാലും മതി വരികയില്ല. തിരയെണ്ണിയിരിക്കുക, പണിയില്ലാത്തപ്പോൾ തിരയെണ്ണിയിരിക്കുക എന്നൊക്കെ പണ്ടുള്ളവർ പറയും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ സത്യം. തിരമാലയുടെ സൗന്ദര്യം തന്നെയാണ് സത്യം. ആ കാണുന്നതാണ് നല്ലൊരു സ്വിമ്മിങ് പൂളാണ്. ചെറിയ കുട്ടികൾ കുളിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ആകെ മൊത്തം എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് വൈബ്. പഴയകാല ഒരു കഥക അവിടെ ഉണ്ട്. സൂര്യൻ അങ്ങോട്ട് കടലിലേക്ക് താഴാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവിടെ ഒരു മരം അവിടെ നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു വ്യൂ, അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, മക്കളെല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നില്ല. എൻ്റെ ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നില്ലാത്ത ആൾക്കാരാണ്. സൂര്യൻ അങ്ങനെ കടലിലേക്ക് താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വന്നപ്പം വലിയൊരു ഗോളമായിരുന്നു. ഇപ്പം അതാ എൻ്റെ ചെറുതായി പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ പറയത്തില്ലേ, സൂര്യൻ്റെ വീട്ടിൽ പോയി സൂര്യന്. സന്ധ്യയാകുമ്പോൾ സൂര്യനെ കാണുന്നില്ലെങ്കിൽ ആ വെല്ലുമിച്ചൊക്കെ പറയും സൂര്യൻ്റെ വീട്ടിൽ പോയെന്ന്. കടലാണ് സൂര്യൻ്റെ വീടെന്നൊക്കെ അന്ന് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോഴാണ് ആ സത്യം കണ്ടു. നമ്മൾ നേരിട്ട് കാണുമ്പോഴല്ലേ ആ സത്യം. അന്ന് അവർ പറഞ്ഞിരുന്ന ആ കടങ്കഥ, അല്ലെങ്കിൽ നമ്മളൊരു മുത്തശ്ശിക്കഥ പോലെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സത്യം നമ്മൾ കണ്ടറിയുന്നത് ഒക്കെ ഇങ്ങനെയുള്ള സമയങ്ങളിലല്ലേ. സൂര്യൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പം നമുക്ക് സൂര്യന് നല്ലൊരു ഗുഡ് നൈറ്റ് പറഞ്ഞുവിടാം അല്ലേ. അങ്ങനെ സൺസെറ്റ് കണ്ടിട്ടും മതിയാകുന്നില്ല. അപ്പം ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടെ കാണിച്ചു തരാം എന്നുള്ള ഒരു ഉദ്ദേശമാണ്. സൂര്യൻ ഇങ്ങനെ മറിഞ്ഞ് പോവുകയാണ്. നല്ല ഒരു കപ്പ് കോഫി ചൂടോടെ ഇങ്ങനെ ഊതി കുടിച്ച് നമുക്ക് ആ സൂര്യനെ കാണണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറൊന്നാണ്. എന്നാൽ അങ്ങനെ ഒന്നൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ റെസ്റ്റോറൻറ്റിൽ പോയി. മുകളിലൊരു ചെറിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അതുകൊണ്ടോ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ പോയി ഓരോ കാപ്പുച്ചിനോ കോഫി ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ച് സൂര്യനെ കണ്ട് സൺസെറ്റൊക്കെ നല്ല പോലെ കണ്ടു. അപ്പോഴത്തേനും നല്ലപോലെ ഇരുട്ടായി. കണ്ടോ, കടലിലൊക്കെ നല്ല ഇരുട്ട് വന്നു. കടലിൽ ഇരുട്ട് വന്നപ്പോഴത്തേനും സൂര്യൻ താഴ്ന്നു നല്ല പോലെ. അപ്പോഴത്തേനും മുകളിൽ നമ്മുടെ സൂര്യൻ പോയ സമയം കൊണ്ട് ചന്ദ്രൻ എത്തി. അതും കാണാൻ കഴിയാവുന്ന ഒരു നല്ലൊരു കാഴ്ച അല്ലേ, സൂര്യനെയും ചന്ദ്രനെയും കൂടെ. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് തിരികെ പോന്നു. ഇതാണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് മാസ്കോട്ട് റിസോർട്ടിൽ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനൊക്കെ അവരെല്ലാം ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾ പിന്നെ പതുക്കെ ഇറങ്ങി നേരെ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അടുത്ത സ്ഥലം പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ. ഈ 4 മണിക്ക് വന്ന് അവിടെ സൂര്യനെയും നോക്കിയിരുന്നല്ലേ, കടലിനെയും സൂര്യനെയൊക്കെ നോക്കിയിരുന്ന് ആകെ ഒരു കോഫിയെ കുടിച്ചിട്ടുള്ളൂ. അപ്പം സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പം നമുക്ക് പോയിട്ടൊന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ഏറ്റവും പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമാണ് സൂര്യ ഹെറിറ്റേജ്. ശരിക്കും പറഞ്ഞാൽ ഒരു പണ്ടത്തെ ഒരു വീടില്ലേ, ആ ഒരു ലുക്കാണ്, ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കതവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും നമുക്ക് സൂര്യ എന്നുള്ള ഫുഡും കൂടെ കഴിച്ചിട്ടൊക്കെ പോവാം അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പഴമയുടെ ഇതൊരു പത്തായം കണ്ടോ, പണ്ടത്തെ നമ്മുടെ ഒരു ചെറിയ പത്തായം, അതാണിത്. അങ്ങനെ അവിടെയുള്ളതെല്ലാം ആ ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാം മരത്തിൻ്റെ ഉരുപ്പടികളാണ്. മച്ചുണ്ട്, പിന്നെന്താ നാലുകെട്ട് പോലെയുണ്ട്. അവിടെ ബാത്റൂം വരെ എല്ലാം ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല നീറ്റുമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ടാണ്. കാരണം പിത്തളയുടെ പിടി, പണ്ടത്തെ കതകിൻ്റെ ഒക്കെ പിത്തളപ്പിടി, അങ്ങനത്തെ പിടിയും ഒക്കെ ആയിട്ടുള്ള കതകും അവിടുത്തെ ഓരോരോ എല്ലാം സൂപ്പറാണ്. അവിടുത്തെ കസേരകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, പണ്ടത്തെ ഒരു പ്ലാസ്റ്റിക് കെട്ടിയ കസേരകളുണ്ടല്ലോ, അതായിരുന്നു. അല്ലാതെ പുതിയ മോഡലൊന്നുമല്ല. നിലവിളക്കുണ്ട്, നിറയെ ഒരു വലിയ ഉരുളിയിൽ നിറച്ചും റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ ഇട്ടിരുന്നുണ്ട്. ആ കണ്ണൂർ വരുമ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് പോയി കാണണം കേട്ടോ. കാണണം മീൻസ് കഴിക്കണം. അപ്പം നമുക്കിത് കാഴ്ചയാവും കാണലും ആവും അല്ലേ.
അതുപോലെ മുകളിലേക്കുള്ള സ്റ്റെപ്പൊക്കെ കാണണം. ഇങ്ങനെ ചവിട്ടി തേഞ്ഞ് തീർന്ന ഈ കസേരകളുണ്ടോ, പ്ലാസ്റ്റിക് കെട്ടിയിട്ടുള്ള കസേരകൾ. ഇത് കണ്ടോ, ഇത് പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണ് കേട്ടോ. അതാണ് പഴമയെ സ്നേഹിക്കുന്ന എന്നാൽ പുതുമയെ നെഞ്ചോട് ചേർത്ത ഹോട്ടൽ. നിലവിളക്കൊക്കെ കണ്ടോ, പണ്ടത്തെ ആൽവിളക്കാണ്, ആൽവിളക്ക് എന്ന് പറയുന്നില്ലേ, അതാണത്. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ്. പക്ഷെ കുറച്ച് പടിക്കെട്ടുകളെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. മുകളിൽ താമസക്കാരുണ്ട്, അപ്പോൾ അവർക്ക് നമ്മളൊരു ശല്യമായി തീരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ പാൽക്കപ്പയാണ് ഓർഡർ ചെയ്തത്. പാൽക്കപ്പയും അവിടുത്തെ സ്പെഷ്യൽ ചിക്കനും കൂടി, അത് ഒന്നിച്ചാണ് അവർ കൊണ്ട് തരുന്നത്. നല്ല ചൂട് പാൽക്കപ്പ. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. എന്തോ ഒരു പേരുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് അപ്പമായിരുന്നു. അപ്പവും മീൻ പൊള്ളിച്ചതും, വലിയൊരു ആവോലി പൊള്ളിച്ചതും വാങ്ങിച്ചു. പിന്നെ വേറെ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളും കൂടെ വാങ്ങിച്ചു. അത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആവോലി പൊള്ളിച്ചതും അപ്പവും ആവോലി പൊള്ളിച്ചതും കൂടെ നല്ല കോമ്പിനേഷൻ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച്, എല്ലാം നല്ല ടേസ്റ്റി ഫുഡാണ്. ഒത്തിരി എരിവോ ഒന്നുമില്ല, നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള എരിവൊക്കെ ഉള്ളൂ. എല്ലാം കൊണ്ടും നല്ലൊരു ഹോട്ടൽ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഇറങ്ങിയപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. അവിടുത്തെ പുറം കാഴ്ചകളെല്ലാം കണ്ട് നേരെ വീട്ടിലേക്ക്. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് വോയിസിനൊരു പ്രശ്നമുണ്ട്. അതെൻ്റെ മൈക്കിന് എന്തോ ഒരു സംതിങ്, ഞാൻ അവിടുന്ന് തന്നെ വോയിസ് കൊടുത്തതാണ്, അതുകൊണ്ട് പറ്റിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.